ഹായ് ഹലോ നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാന സന്തോഷ വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഞാൻ കറക്റ്റ് പറയുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് എന്ന് വെച്ചാൽ ഒരു 2023 ജൂലൈയിലാണ്. എനിക്ക് ഒന്ന് കറക്റ്റ് ഞാനൊരു 2023 ജൂലൈ 18 എൻ്റെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊരു ഫൺ എന്ന രീതിക്ക് മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയത്. പിന്നീട് ഇങ്ങനെ യൂട്യൂബ് കാണുമ്പോൾ ഒരുപാട് പേരിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അവരുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്താണ് എന്നതുപോലും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോ വീഡിയോ സെർച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി, ഇനി വീഡിയോസ് ഇടാം. ഞാൻ കൂടുതലും ഷോർട്സാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എൻ്റേത് കൂടുതലും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഷോർട്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ട് വ്യൂസ് ഒന്നുമില്ല. ആദ്യം ഞാൻ ഇട്ട ഷോർട്സിനെന്ന് പറഞ്ഞൊരു 300 വ്യൂസ് എങ്ങാണ്ട് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചെയ്തപ്പോഴത്തേക്കൊരു 1K ആയി, പിന്നെ 2K ആയി, പിന്നെ ഒരു 4K, അങ്ങനെ ഓരോന്ന് റീച്ച് കൂടി വന്നു. ഇടയ്ക്കിടുമ്പോൾ പിന്നെ അത് ഒരു 10-100 അങ്ങനെയൊക്കെ വ്യൂസേ ഉള്ളൂ. പിന്നെ കുറച്ച് നാളൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു വർഷമൊക്കെ കറക്റ്റ് ഷോർട്സ് ഇട്ടു. പിന്നെ ഇടയ്ക്ക് പിന്നെ വിചാരിച്ചോ ഇനി വീഡിയോസൊന്നും ഓടത്തില്ല എന്ന് വെച്ചിട്ട് വലുതായിട്ട് ശ്രദ്ധ കൊടുത്തില്ല, ഷോർട്സ് ഇടാതായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്നുള്ള രീതിക്ക് പിന്നെ ഇട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് പിന്നെ അതിനിടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതൊരു 77 ലക്ഷത്തോളം വ്യൂസായി. അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ കറക്റ്റ് വന്നു. അങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഹാഫ് മോണിറ്റൈസേഷനാണ്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തിരിച്ച് മെയിൽ വന്നു, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആവത്തില്ല, റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടെന്ന രീതിക്ക് വന്നു. അങ്ങനെ പിന്നെ ഞാൻ ആകെ ഡൗൺ ആയി. പിന്നെ അങ്ങനെ വലിയ വീഡിയോസൊന്നും ഇടാറില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് മോണിറ്റൈസേഷൻ ആയി അത് എന്നൊക്കെ. പക്ഷെ ഞാൻ ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ പിന്നെ അങ്ങനെ ഇടാതായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഇട്ടാലായി, ഇട്ടില്ലേലായി, അങ്ങനെ ആയി. ഈ പറഞ്ഞ പോലെ പിന്നീട് ഞാൻ അപ്പോൾ കൊച്ചുങ്ങൾ കുറച്ചുകൂടെയൊക്കെ വലുതായി. അപ്പോഴത്തേക്ക് അവർക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ള ഇത് വന്നപ്പോൾ പിന്നെ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ 80 മില്യൺ വ്യൂസായി. അതായപ്പോഴത്തേക്കും മോണിറ്റൈസേഷന് സംഭവമായി. അപ്പോൾ എൻ്റെ റീയൂസ്ഡ് കണ്ടൻറ് എന്തുവാ എന്നും എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇത് ഒത്തിരി സെർച്ച് ചെയ്യാൻ തുടങ്ങി, എന്തൊക്കെയാണ് റീയൂസ്ഡ് കണ്ടൻറ്. അപ്പോൾ ഇത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ അതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് സിനിമ നടന്മാരുടെയും സുരേഷ് ഗോപി, ജയറാം അവരുടെയൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, കല്യാണ സമയത്തെ വീഡിയോ. അങ്ങനെ അതിന് നല്ല റീച്ചും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം എനിക്ക് പിന്നെ മനസ്സിലായി ഇതൊക്കെയാണ് റീയൂസ്ഡ് കണ്ടൻറ്. അങ്ങനെ ഞാൻ ഇതിന് മോണിറ്റൈസേഷന് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മെയിൽ കറക്റ്റ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ള രീതിക്ക് എനിക്ക് മെയിൽ വന്നു. അതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരു ചാനൽ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്താണ് മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രാധാന്യം എന്തോന്നും കോപ്പിറൈറ്റ് എന്താണ് അതെല്ലാം മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഒരു 50,000-ത്തോളം സബ്സ്ക്രൈബറുണ്ട്. 50,000 അല്ല, 50,000-ത്തിൽ പുറത്തായി സബ്സ്ക്രൈബർ. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ കുടുംബത്തിൽ അംഗമായവർക്കും ഇനി അംഗമാകാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. കാര്യം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബർ ആവണമെന്നില്ല. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചതും. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.